ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ശ്രദ്ധിച്ച് ഇരിക്കുക കേട്ടോ. ഹായ് ഫിദ, ഹായ് ഫിദ. ഓക്കെ അപ്പം നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? നമ്പേഴ്സ്. കുറേ നാളായി നമ്പേഴ്സ്. പക്ഷെ ഇതൊരു വലിയ പാഠമായതുകൊണ്ടും ഓരോ ദിവസവും നമുക്ക് കൂടുതൽ പുതിയ കുട്ടികൾ വരുന്നതുകൊണ്ടും അവരെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്തത് കൊണ്ടുമാണ് ഇത് അത്ര സ്പീഡിൽ അങ്ങോട്ട് പോകാത്തത്. പിന്നെ നമുക്ക് അത്ര സ്പീഡിൽ പോകാനും പറ്റില്ല, കാരണം ഇതിൻ്റെ എല്ലാ കൺസെപ്റ്റും എല്ലാവർക്കും മനസ്സിലാവണ്ടേ. അപ്പം നിങ്ങളാലേക്ക് നമ്പേഴ്സിൽ ഇപ്പോൾ എന്താ കൺസെപ്റ്റ് ഉള്ളത്? പക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഓൾറെഡി തന്നെ. ഫസ്റ്റ് തന്നെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് തന്നെ നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് നമ്പേഴ്സ് പഠിച്ചു അല്ലേ. റിയൽ നമ്പർ, എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ്, അഖണ്ഡ സംഖ്യകൾ, പൂർണ്ണസംഖ്യകൾ, ഇൻറ്റിജേഴ്സ്, അങ്ങനെ കുറേ പേരുകളിൽ നിന്നാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. നമ്മളൊരു ക്ലാസ് മുഴുവൻ അതായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. നമുക്ക് ജസ്റ്റ് അപ്പോൾ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും. റൈറ്റ്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ നമ്പേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്പേഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്കൊരു സാധനത്തിനെ, ഒരു ക്വാണ്ടിറ്റിനെ അല്ലെങ്കിൽ ഒരു അളവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാത്തിനും നമ്പേഴ്സ് വേണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ആൻഡ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് പറഞ്ഞു. റിയൽ നമ്പർ ഉണ്ട്. റിയൽ നമ്പറാണ് ഏറ്റവും ബിഗ്. അതിലാണ് ബാക്കി എല്ലാ കാറ്റഗറൈസേഷൻസും വരുന്നത്. നമ്മൾ ഏതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ എപ്പോഴും തോന്നി വരണ എല്ലാ നമ്പേഴ്സും റിയൽ നമ്പറിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ. എനി നമ്പർ ദാറ്റ് വി ക്യാൻ തിങ്ക് ഓഫ് എക്സെപ്റ്റ് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന വേറൊരു കാറ്റഗറി ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. നമ്മൾ തൽക്കാലം ഇപ്പോൾ റിയൽ നമ്പറിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഇനി ഇതിൽ തന്നെ 1 മുതലുള്ള സംഖ്യകളെ നാച്ചുറൽ നമ്പർ, 1, 2, 3, 4, 5, 6 അങ്ങനെ എണ്ണൽ സംഖ്യകൾ അല്ലേ. നമ്മളോട് എന്തെങ്കിലും ഒരു സാധനം എണ്ണാൻ പറഞ്ഞാൽ നമ്മൾ 1 തൊട്ടല്ലേ എണ്ണ, 0 തൊട്ട് എണ്ണില്ലല്ലോ, നെഗറ്റീവും എണ്ണില്ല. അപ്പോൾ എണ്ണുന്ന സംഖ്യകളാണ് നാച്ചുറൽ നമ്പേഴ്സ്, 1 മുതലുള്ള സംഖ്യകൾ. അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു, ഇൻഫിനിറ്റി വരെ അങ്ങനെ പോകും. അതായത് ഒരു എവിടെയും നിൽക്കാതെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് നമ്പേഴ്സ്. പിന്നെ വരുന്നത് എന്താണ്? ഹോൾ നമ്പർ. ഈ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ 0 കൂടി വന്നാൽ അത് ഹോൾ നമ്പറായി. ഇതിൻ്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടി വന്നു കഴിഞ്ഞാൽ അത് ഇൻറ്റിജേഴ്സ് ആയി. ഇനി ഫ്രാക്ഷൻ രൂപത്തിൽ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററുമായിട്ട് എഴുതുന്ന സംഖ്യകൾ അല്ലെങ്കിൽ ഭിന്നകങ്ങളായിട്ട് വരുന്നതാണ് റേഷണൽ നമ്പർ എന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെ ഭിന്നകങ്ങളായിട്ട് എഴുതാൻ പറ്റാത്തതാണ് അഭിന്നകങ്ങൾ അല്ലെങ്കിൽ ഇറേഷണൽ എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് പോവാട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അയ്യോ മിസ് എന്ന് എത്ര സ്പീഡിൽ പോകണമെന്ന് തോന്നണ്ട. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ടോപ്പിക്കുകളാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞ് അങ്ങോട്ട് പോകുന്നത്, ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ടൈപ്സ് ഓഫ് നമ്പേഴ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പറേഷൻസ്. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. റൈറ്റ്. ഓക്കെ. പുതിയ ആൾക്കാർ വരുന്നത് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. യെസ്. എന്താണ് ലക്ഷ്യ വീഡിയോസൊക്കെ കണ്ടിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ലക്ഷ്യ പറഞ്ഞിരുന്നു പുതിയ ആളായിരുന്നു എന്ന്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടില്ല എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും. വീഡിയോസൊക്കെ കാണാതെ ആരെങ്കിലും ഇനി ഇരിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും ക്ലിയർ ആവാത്ത ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ റിവിഷൻ ക്ലാസ്സിലൊക്കെ ഇരുന്നതല്ലേ ലക്ഷ്യ. അപ്പോൾ ഇനി ജസ്റ്റ് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവും കേട്ടോ. നമുക്കിപ്പോൾ വീണ്ടും ഈ ടോപ്പിക്കുകളിൽ തന്നെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ഓൾറെഡി ഇരുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. കാരണം നമ്മളിതൊരു 6 ക്ലാസ് ആയില്ലേ. അപ്പോൾ കഴിഞ്ഞ 6 ക്ലാസ്സിലും ഇത് 7ാമത്തെ ക്ലാസ്സാണ്. ഞാനിങ്ങനെ ഇൻട്രൊഡക്ഷൻ പോലെ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു റിവിഷൻ ക്ലാസ് ഒക്കെ വെച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാനൊരു ഔട്ട്ലൈൻ പോലെ പറഞ്ഞു എന്നുള്ളൂ. ഇനി ആർക്കെങ്കിലും ഇതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വീഡിയോസ് കാണാം. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനിപ്പോൾ ഇത് വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ പോർഷൻസ് മുന്നോട്ട് പോവോ? ഇല്ല. പോർഷൻസ് മുന്നോട്ട് പോകണമല്ലേ. പോർഷൻസ് മുന്നോട്ട് പോയി കുറച്ച് തീർക്കാനുണ്ട്. അതുകൊണ്ട് ബാക്കി എല്ലാ കുട്ടികളെയും നമുക്ക് കൺസിഡർ ചെയ്യാനുണ്ട്. യെസ്. ഓക്കെ. നക്ഷത്ര വെൽക്കം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത്. അപ്പോൾ ആരും പേടിക്കേണ്ട, എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും അതൊന്നും എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും മാറും. ഓക്കെ. അപ്പോൾ എന്താ നോ എന്ന് പറയുന്ന എല്ലാവരും ക്ലിയർ ആയില്ല എന്നുള്ള നോ ആണോ? അതോ ഇനി ഇത് വീണ്ടും പറയണ്ട അല്ലെങ്കിൽ പറയണം അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ക്ലിയർ ആയില്ല എന്ന് നിങ്ങൾ പറയുന്ന ആൾക്കാർക്കൊക്കെയും എനിക്ക് തോന്നുന്നു പുതിയ ആൾക്കാരായതുകൊണ്ടാണ്. പഴയതായിരുന്നിട്ടും ഈ റിയൽ നമ്പറും ഇതൊന്നും മനസ്സിലാവാതിരിക്കാനുള്ള സാധ്യതയില്ല. കാരണം നമ്മളത് നല്ല പോലെ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ
പുതിയതായിട്ട് വന്ന ആൾക്കാർ നിങ്ങൾ കുറച്ച് എഫേർട്ട് കൂടുതലിടണം. കാരണം നിങ്ങൾക്ക് കുറച്ച് ക്ലാസ്സസ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കുറച്ച് എഫേർട്ട് കൂടുതലിട്ട് അത് വീഡിയോസ് കണ്ട് പഠിക്കാൻ ട്രൈ ചെയ്യാം. ഇനി നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒരു ക്രാഷ് പോലെ ഒരു ഡെമോ പോലെ ജസ്റ്റ് ഒരു ക്ലാസ് ഒക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓഫീസിൽ നിന്ന് അറിയിക്കും. ഇപ്പോൾ മിസ്സായി പോയ ക്ലാസ്സസിന് വേണ്ടിയിട്ട് ചെറിയൊരു സെഷൻ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം വെച്ചിട്ടൊരു സെഷൻ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് പുതിയ ആൾക്കാർക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങളെ അറിയിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട, നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ഇരിക്കും കൊണ്ടുപോകുള്ളൂ കേട്ടോ. ആരും പേടിക്കേണ്ട അതിനെപ്പറ്റി. പിന്നെ ഒരു കാര്യം, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എല്ലാ മെസ്സേജസിനും റിപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും പേരുകളോ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകളോ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ മെസ്സേജ് നോക്കുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും പറയണം കേട്ടോ. കാരണം ഹൃത്തിക, നോ, ആരെയും മറന്നിട്ടില്ലല്ലോ, പേര് തന്നെയാണെന്ന് തോന്നുന്നു. ഹൃത്തിക, റൈറ്റ്? യെസ്, ആരെയും മറന്നിട്ടൊന്നുമില്ല കേട്ടോ. യെസ്, സ്വാതി KS എന്ന് പറയുന്ന ആള് മനസ്സിലായില്ല എന്ന് പറയേണ്ടത്, അതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ക്ലാസ് അല്ലേ സ്വാതി? സ്വാതി എന്ന് പറയുന്ന ആളുടെ പേരെന്താണ്? ഫസ്റ്റ് ക്ലാസ് അല്ലേ? ഫസ്റ്റ് ക്ലാസ്സുകാര്. യെസ്, ആഷ്മി, റൈറ്റ്? ആഷ്മി ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്. ഇല്ല ഹൃത്തിക, ഞാൻ ആരെയും മറന്നിട്ടില്ല കേട്ടോ. ഓക്കെ, യെസ്, ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അത് പ്രശ്നമില്ല. ഫസ്റ്റത്തെ ടോപ്പിക്കുകളൊക്കെ വിടൂ, നമുക്ക് ഇപ്പം ഇന്ന് എടുക്കണതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ബാക്കി ടോപ്പിക്കുകൾ നമുക്ക് പേടിക്കേണ്ട, നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓപ്പറേഷൻസിൽ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇനി ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഓക്കെ, അഡീഷൻ എന്താണെന്നറിയാം, സബ്സ്ട്രാക്ഷൻ എന്താണെന്നറിയാം, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്താ അറിയാം, ഡിവിഷൻ എന്താണെന്നറിയാം. ഡിവിഷനിൽ കുറച്ച് ടേംസ് ഒക്കെ വരുന്നുണ്ട്. അതെ, ഇതൊക്കെ നമ്മുടെ സാധാരണ വർക്ക്ഷീറ്റ്സ് ആണ്. നിങ്ങൾക്ക് നോട്ടുകൾ കിട്ടും, അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കുക. ഡിവിഷനിൽ ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ, അതായത് ഭാഗം ചെയ്യപ്പെടുന്ന സംഖ്യ, ഏത് സംഖ്യ കൊണ്ടാണോ ഭാഗം ചെയ്യുന്നത് അതാണ് ഡിവൈസർ. ദെൻ നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്ന കോഷ്യന്റ്, അതാണ് ഭാഗഫലം. ആൻഡ് അവസാനം കിട്ടുന്ന ബാക്കി വരുന്ന സംഖ്യ റിമൈൻഡർ, അതാണ് ശേഷം. അങ്ങനെ നമ്മൾ കുറേ നേംസ് ഒക്കെ ഇതിൽ പഠിക്കാനുണ്ടായിരുന്നു. ആൻഡ് യെസ്, അങ്ങനെ ഒരുപാട് നെയിംസ് ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. ദെൻ നമ്മളൊരു എക്സാമ്പിളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ന്യൂമറിക്കൽ സിസ്റ്റത്തിലേക്ക് കടന്നു. അപ്പം മനസ്സിലാവാത്തവരാരും പേടിക്കേണ്ട, ഞാൻ വീണ്ടും പറയുകയാണ്. നിങ്ങൾ ഇത് കുറച്ചും കൂടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഇട്ടിട്ട് ചെയ്യണം. ഹൃത്തിക, ഞാൻ റിപ്ലൈ തന്നല്ലോ. ഹൃത്തികനെ മറന്നിട്ടില്ല എന്ന് ഞാൻ റിപ്ലൈ തന്നല്ലോ. ഹൃത്തിക അത് കേട്ടില്ലേ? ഓക്കെ, യെസ്, യദു ന്യൂ ആണ്. ഓക്കെ, ഞാനപ്പോൾ വീണ്ടും പറയാണ്. ഞാൻ എന്തെങ്കിലും മെസ്സേജ് വിട്ടു പോകുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഞാൻ നോക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധയപ്പെടുത്താം കേട്ടോ. ഓക്കെ, ന്യൂമറിക് സിസ്റ്റത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? ഒരു സംഖ്യേനെ റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതിനിധീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന നിയമങ്ങളും കുറെ അക്ഷരങ്ങളും അതിന്റെ ഒരു ഗണിത സമുച്ചയമാണ് എന്ത്? ന്യൂമറിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഹോംവർക്ക് ഗ്രൂപ്പിൽ തന്നെയാണല്ലോ ഇടുന്നത്, നോട്ട്സ് ആയിട്ടാണ് ഇടുന്നത്. നമ്മൾ പ്രസന്റേഷൻ തന്നെയാണ് പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ക്ലാരിറ്റി മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ സാറുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ. ഞാൻ നോട്ട്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി മുമ്പിട്ട നോട്ട്സ് ആയിരിക്കും പറയുന്നത്, അതൊക്കെ വീണ്ടും ഇടാനായിട്ട് സാറിനോട് പറയാം. ഓക്കെ, അപ്പോൾ ആരും വിഷമിക്കേണ്ട, ഹോംവർക്കൊക്കെ എല്ലാവർക്കും കിട്ടും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ന്യൂമറിക് സിസ്റ്റം, സംഖ്യാവ്യവസ്ഥ, അതായത് നമ്മൾ ഒരു സംഖ്യേനെ പ്രതിനിധീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ, അതിനെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത്രയും ദിവസം പഠിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് സംഖ്യകളെ നെയിം ചെയ്യുന്നത് അല്ലേ? 2 ഡിജിറ്റ് നമ്പർ, 3 ഡിജിറ്റ് നമ്പറിനെ, അതായത് 3 അക്കമുള്ള സംഖ്യകൾ എങ്ങനെ നെയിം ചെയ്യുന്നു നമ്മൾ പഠിച്ചു. 4 അക്ക ഉള്ളതിനെ എങ്ങനെ നെയിം ചെയ്യുന്നു പഠിച്ചു. 5 എണ്ണുള്ളതിനെ എങ്ങനെ നെയിം ചെയ്യുന്നു പഠിച്ചു. പിന്നെ 6, അതായത് ലക്ഷത്തിനെ എങ്ങനെ നെയിം ചെയ്യുന്നു പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ 10 ലക്ഷത്തേക്ക് പോയി അല്ലേ? 6 കഴിഞ്ഞ് 7 അക്ക സംഖ്യകൾ, 7 ഡിജിറ്റ് നമ്പേഴ്സിനെ എങ്ങനെ നെയിം ചെയ്യുന്നു പഠിച്ചു. 7 കഴിഞ്ഞ് 8-ലെത്തി. അപ്പോൾ കോടി വരെ നെയിം ചെയ്യാനായിട്ട് ഇതാ എല്ലാ കുട്ടികളും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലെ? നമ്മൾ കോടി വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നെയിം ചെയ്തിരുന്നത്. അപ്പോൾ ഒരു 8 അക്കമുള്ള ഒരു വലിയൊരു സംഖ്യ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അതിനെ എങ്ങനെ വേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ വീണ്ടും അത് ഞാൻ വീണ്ടും പറഞ്ഞ് സമയം കളയുന്നില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? 3 ഡിജിറ്റ് നമ്പറിനെ എങ്ങനെ നെയിം ചെയ്യാം. അതിന് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ സ്ഥാനങ്ങളെ, പ്ലേസസിനെ മനസ്സിലാക്കണം. ഏറ്റവും അവസാനത്തു നിന്നാണ് നമ്മൾ എണ്ണി തുടങ്ങേണ്ടത്. 1, 10s,
ഹൺഡ്രഡ്സ്. അങ്ങനെയാണ് നമ്മൾ എണ്ണി തുടങ്ങുക അല്ലെ. ഒറ്റ, 10, 100. അപ്പൊ 3 സംഖ്യയേ ഉള്ളൂ എങ്കിൽ അതിലെ ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത് 100 ആണ്. 4 സംഖ്യ ഉണ്ടെങ്കിലോ, 4 സംഖ്യ ഉണ്ടെങ്കിൽ 1000 ആണ്. 5 സംഖ്യ ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ സ്ഥാനം 10,000 ആണ്. 6 സംഖ്യയുള്ള ഒരു നമ്പർ ആണെങ്കിൽ അതിലത്തെ ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത് ലക്ഷമാണ്. 7 സംഖ്യ ഉണ്ടെങ്കിൽ അതിലത്തെ ഏറ്റവും വലിയ സ്ഥാനം 10 ലക്ഷമാണ്. 8 സംഖ്യ ഉണ്ടെങ്കിലോ അതിലത്തെ ഏറ്റവും വലിയ സ്ഥാനം കോടിയാണ്. അപ്പൊ 8 എണ്ണം വരെയുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ദാ എന്താണ് ഹോംവർക്കിന്റെ കാര്യമാണോ? ഞാൻ പറഞ്ഞല്ലോ ഹോംവർക്കിന്റെ കാര്യം ഗ്രൂപ്പിലാണ് ഇടുന്നത് കേട്ടോ, ഗ്രൂപ്പിൽ വരുന്നു കേട്ടോ. ലക്ഷ്യ ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾക്ക് ഹോംവർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാനിനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കാനായിട്ട് പോവാണ്. അപ്പൊ ഇതുവരെ ഉള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ എക്സാമ്പിൾസ് ആയിരുന്നത്. 3 ഡിജിറ്റ് നമ്പറിനെ എങ്ങനെ നെയിം ചെയ്യാം? നെയിം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡിലേക്ക് മാറ്റി എഴുതാം. ഇപ്പൊ 8, 2, 7, 5. നിങ്ങൾ ഇതിനെ 8275 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ നിയമം ആവുമോ? അതിന്റെ വേർഡിലേക്ക് എഴുതുന്നത് ശരിയാവുമോ? ഇല്ല. നിങ്ങൾ എന്ത് എഴുതണം? 8275. അങ്ങനെ ഇതിനെ വലുതാക്കി എഴുതണം അല്ലെ, വേർഡ്സിലേക്ക് മാറ്റി എഴുതണം. അതിന്റെ നിയമങ്ങളൊക്കെയാണ് നമ്മൾ ന്യൂമറിക് സിസ്റ്റത്തിൽ പഠിക്കുന്നത്. അത് തന്നെ മലയാളത്തിൽ വന്നാലും 8275 അങ്ങനെയൊക്കെ നീട്ടി വലിച്ച് എഴുതുന്നതിനെയാണ് നമ്മൾ ഈ വേർഡിലേക്ക് മാറ്റുക എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നിയമങ്ങളാണ് നമ്മൾ ഇത്രയും ദിവസം പഠിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഇനി ഒരു വേർഡിൽ തന്നു കഴിഞ്ഞാൽ അതിനെ സംഖ്യയിലേക്ക് മാറ്റി എഴുതാനായിട്ട് പറഞ്ഞു. റൈറ്റ്, ഓക്കെ. ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ വീണ്ടും വീണ്ടും ഈ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ആകെ സങ്കടമാവുക. എന്താണ് എനിക്ക് സങ്കടമാകുന്നത് മനസ്സിലായോ? കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും പറ്റണില്ല. മനസ്സിലാവാത്ത ആൾക്കാരെ വെച്ചിട്ടാണല്ലോ ഇവർക്ക് മനസ്സിലായില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്കുണ്ട്. എന്താ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റാത്തത്? കാരണം നമ്മളിവിടെ ഉള്ള ഓൾറെഡി ഉള്ള ആൾക്കാർ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും 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 പറയുന്നത്. എന്താണ്? ഓക്കെ, ഹൃത്തിക രഘു. എന്തിനാണ് ഹൃത്തികയ്ക്ക് സങ്കടമായത്? ഞാൻ ഹൃത്തികയെ രഘു എത്ര നേരം വിളിച്ച്? ഹൃത്തികയുടെ പേര് ഹൃത്തിക തന്നെയല്ലേ? ഞാൻ കുറേ നേരം സംസാരിച്ചല്ലോ, ഞാൻ മറന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഹൃത്തിക രഘു എന്താണ് പ്രശ്നം? ഓക്കെ, ഹൃത്തികയെ ഞാൻ കുറേ നേരം വിളിച്ചു. എനിക്ക് തോന്നുന്നു ഹൃത്തിക അത് മിസ്സായതായിരിക്കും. ഞാൻ എന്തായാലും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരും സങ്കടപ്പെടണ്ട, ഞാൻ ആരെയും മറന്നിട്ടില്ല. അപ്പൊ എന്റെ സങ്കടത്തിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടിരുന്നത്. അപ്പൊ ഈ മനസ്സിലാവാത്ത ആൾക്കാര് എന്തായാലും വീഡിയോസ് കാണുക. നമുക്ക് അതല്ല നിങ്ങളെ മനസ്സിലാക്കിപ്പിച്ച് തരാൻ വേണ്ടി അഡീഷണൽ സെഷൻസ് ഒക്കെ വെക്കുന്നുണ്ട്. അപ്പൊ തൽക്കാലം ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇന്ന് പുതിയതെടുക്കുന്ന കാര്യങ്ങള് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാം. ഓക്കെ, റൈറ്റ്. ഓക്കെ, സോ യെസ്. ഓക്കെ, നമ്മളപ്പോൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അതെ, ഇവിടെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി അപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്, കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് വേർഡിൽ തന്നിട്ട് എങ്ങനെ നമ്പറിലേക്ക് മാറ്റാം എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അതെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പൊ ഇതിൽ തന്നെ ഒരുപാട് പേർക്ക് ക്ലിയർ ആയില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാകും, കാരണം നിങ്ങളുടെ 1ാമത്തെയോ 2ാമത്തെയോ ക്ലാസ് ആണ് ഇതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവാൻ സാധ്യതയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോസ് കാണണം, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ക്ലാസ്സസ് തരുന്നുണ്ട്. എന്നാൽ പോലും അത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിൽ മാത്രമായിരിക്കും നമ്മുടെ ക്ലാസ്സസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ കാണണം. അപ്പൊ മനസ്സിലായില്ല എന്ന് പറയുന്ന ആൾക്കാർ ഒന്ന് വീഡിയോ കാണുമോ? പിന്നെ കുറച്ച് പേരും കൂടി പറഞ്ഞിരുന്നു ഒന്ന് വീഡിയോ കാണോ? ഓക്കെ, സോ ഹൃത്തിക രഘു, ഞാൻ പറയുന്നത് ബാക്കി എല്ലാവരും കേൾക്കുന്നില്ലേ? വൈ ഹൃത്തിക ഇസ് നോട്ട് ഹിയറിംഗ് ഇറ്റ്? എന്തുകൊണ്ടാണ് കേൾക്കാത്തത്? ഞാൻ വിളിച്ചിരുന്നു കേട്ടോ, ഒരുപാട് തവണ ഞാൻ വിളിക്കണു. ഹൃത്തിക എന്ന് തന്നെയാണ് പേരെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, റൈറ്റ്. സോ നമ്മളിനി ഇവിടെ നിന്നാണ് വീണ്ടും പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ഞാൻ എഗെയിൻ ആവർത്തിക്കുകയാണ്. എല്ലാവരും വീഡിയോ കാണാം. ഓക്കെ, റൈറ്റ്, യെസ്. അപ്പോൾ നമ്മൾ ഇവിടം വരെയാണ് പറഞ്ഞത്. എങ്ങനെ ഒരു നെയിമിൽ തന്നിട്ട് അതിനെ നമ്പറിലേക്ക് മാറ്റാം. അത് കമ്പാരേറ്റീവ്ലി ഈസി ആയിരുന്നു, എല്ലാവരും പെട്ടെന്ന് ചെയ്തിരുന്നു. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്.
അപ്പം എല്ലാവരും റെഡിയാണ് എന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേ നാളായില്ലേ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഇന്ത്യൻ സിസ്റ്റമും ഇന്റർനാഷണൽ സിസ്റ്റമും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഇന്ത്യൻ സിസ്റ്റം ഉണ്ട്, നമുക്ക് ഇന്റർനാഷണൽ സിസ്റ്റം ഉണ്ട്. എന്തിന്? ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്ത്യൻ സിസ്റ്റമാണ് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെങ്ങനെ നെയിം ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് വരുന്നത് ഇന്റർനാഷണൽ സിസ്റ്റം ആണ്. അതിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ഇന്റർനാഷണൽ സിസ്റ്റം. ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ കുറച്ച് നിയമങ്ങളൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. നമ്മൾക്കറിയാം നമ്മൾ ഇവിടെ 10 lakhs എന്ന് പറയുന്നത് ഇന്റർനാഷണലി അവർ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സീരീസോ സിനിമകളോ ഒക്കെ കാണുമ്പോൾ അവർക്ക് ലാക്സ് എന്ന് പറയുന്ന ആ ഒരു സംഖ്യ അധികം ഇല്ല. അവർക്ക് എന്താ ഉള്ളത്? മില്യൺ അല്ലേ. അവർ മില്യൺ എന്ന് പറയുന്ന ഒരു നമ്പറിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ. അപ്പം നിങ്ങൾക്ക് ഇന്ത്യൻ സിസ്റ്റത്തിൽ നിന്നാണ് കൂടുതലും പഠിക്കാനുള്ളൂ. ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ എന്താണ്, എങ്ങനെയാണ്, പേരൊക്കെ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് പറയുക എന്നുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്റർനാഷണൽ സിസ്റ്റത്തിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. 1000 ഒക്കെ കറക്റ്റാണ്. നമ്മൾ ഇവിടെ പറയുന്നത് പോലെ തന്നെ 1000 എന്നുള്ളതിനെ 1000, അതൊക്കെ അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത്. 1000. പിന്നെ അടുത്തത് എന്താണ്? 10,000. അതെല്ലാതും നമ്മുടെ ഇവിടെയും ഇന്റർനാഷണലും ഇന്ത്യനും എല്ലാം സെയിം ആണ്. 1000, 10,000 ഒക്കെയും സെയിം ആണ്. ഇനി അടുത്തത് വരുമ്പോൾ 1 lakh. 1 lakh എന്നുള്ളതിന് നമ്മളിവിടെ പറയുന്നത് ലാക്ക് ആണ്. 6 digits ഉണ്ടെങ്കിൽ നമ്മളിവിടെ പറയുന്ന അതിന്റെ നെയിം എന്ന് പറയുന്നത് ലാക്ക് എന്നാണ്. പക്ഷെ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ലാക്ക് എന്നവർ ഉപയോഗിക്കും. യെസ്, ഇറ്റ് ഈസ് ദർ. പക്ഷേ കൂടുതലായിട്ടും അവർ യൂസ് ചെയ്യുന്നത് എന്താണ്? 100,000. അപ്പോൾ നമ്മളിവിടെ ലാക്ക് എന്ന് പറയുന്നത് അവിടെ അവർക്ക് 100,000 ആണ്. അതാണ് ഫസ്റ്റത്തെ ഡിഫറെന്റ് ഉള്ള ഒരു നമ്പർ. 100,000. ബോത്ത് ആ സെയിം, രണ്ടും സെയിം ആണ്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെ എത്ര സംഖ്യ ഉണ്ട് നോക്കിയേ. 6 digits ആണ് ഉള്ളത് അല്ലേ. നോക്കൂ. 1 2 3 4 5 6. നമുക്ക് ഇവിടെ ഇതിന് ലാക്ക് ആണ്. 6 ആണെങ്കിൽ ഇതിന് 1 lakh എന്നാണ് പറയുന്നത്. പക്ഷെ ഇവരിവിടെ ഇതിനെ പറയുന്നത് 100,000 എന്നാണ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പറയണത് നോക്കൂ. 1000 എന്ന് പറയുന്ന സംഖ്യയിൽ 3 zeros ആണ് ഉള്ളത്. 3 zeros ആണ് 1000 എന്ന് പറയുന്ന സംഖ്യയിൽ ഉള്ളത്. ഇവിടെ നോക്കൂ. ഇവിടെ ഒരു 3 zeros ഉണ്ട്, പ്ലസ് ഒരു 100 ബാക്കി ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഇവര് 100, ആദ്യം ഈ 100 ഇവിടെ എഴുതുന്നു. 100, അതിന്റെ കൂടെ ബാക്കിയുള്ള 3 zeros ആഡ് ചെയ്തിട്ട് 1000 എന്ന് പറയുന്നത്. അപ്പൊ ഇതിലധികം നിയമങ്ങളായിട്ട് നമുക്ക് പഠിക്കാനില്ല. ഇത് ജസ്റ്റ് അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ്. സോ നമ്മളിവിടെ ലാക്ക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന യൂസേജ് എന്ന് പറയുന്നത് 100,000 ആണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3 ഡിജിറ്റിനെയാണ് അവർ എപ്പോഴും ഗ്രൂപ്പ് ആക്കുന്നത്. ലാസ്റ്റ് ഉള്ള 3 ഡിജിറ്റിനെ ഗ്രൂപ്പ് ആക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ നോക്കൂ. ഇവിടെ ഇവര് ഈ ലാസ്റ്റ് ഉള്ള 3 ഡിജിറ്റിനെ ഒരു ഗ്രൂപ്പ് ആക്കി. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് കോമ ഇട്ടത്. ഇവിടെ നോക്കൂ, എഗെയിൻ 3 ഡിജിറ്റിനെ ഗ്രൂപ്പ് ആക്കി. അതിനുശേഷം കോമ ഇട്ടു, ബാക്കിയുള്ളത് ഇവിടെ 2. എഗെയിൻ 3 ഡിജിറ്റ്. അപ്പം എപ്പോഴും ഇന്റർനാഷണൽ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഉള്ള 3 ഡിജിറ്റിനെ എപ്പോഴും ഒരുമിച്ച് നിർത്താൻ നോക്കും. അതിൻ്റെ ഇടയിൽ, അത് ആ 3 എണ്ണത്തിന്റെ ഇടയിൽ വേറെ സെപ്പറേഷൻസ് ഒന്നും വരില്ല. ലാസ്റ്റ് ഉള്ള 3 ഡിജിറ്റ്സിനെ എപ്പോഴും ഒരുമിച്ച് ഒറ്റ ഗ്രൂപ്പ് ആക്കിയിട്ടാണ് നിർത്തുക. ബാക്കി വീണ്ടും 3 എണ്ണം വന്നാൽ ആ 3 എണ്ണത്തിന് വീണ്ടും ഗ്രൂപ്പ് ആക്കി ദെൻ ബാക്കിയുള്ളതിനെ ഒറ്റയ്ക്ക് നിർത്തുക. അങ്ങനെയാണ് ഇന്റർനാഷണൽ സിസ്റ്റത്തിന്റെ ഒരു രീതി വരുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കി നോക്കിയാലോ. യെസ്, നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം 100,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 6 ഡിജിറ്റ്സ് ആണ് ഉള്ളത്. അപ്പൊ ആദ്യത്തെ ഈ 3 എണ്ണത്തിനെ ഒരു ഗ്രൂപ്പ് ആക്കി, ബാക്കി ഈ 3 എണ്ണത്തിനെ അടുത്ത ഗ്രൂപ്പ് ആക്കി. ഇനി അടുത്ത് നമുക്ക് 7 ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ, 7 ഡിജിറ്റ്സ് ആണെങ്കിൽ 4 5 6 7 ഈ 3 എണ്ണത്തിനെ ഗെയിൻ ഒരു ഗ്രൂപ്പ് ആക്കി. ആ 3 എണ്ണം കഴിഞ്ഞിട്ട് ഇവിടെയാണ് അവര് കോമ ഇടുന്നത്. ദെൻ അടുത്ത 3 എണ്ണത്തിന് വീണ്ടും ഒരു ഗ്രൂപ്പ് ആക്കി എഗെയിൻ ഇവിടെയാണ് കോമ ഇടുന്നത്. ഇങ്ങനെയാണ് അവര് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്?
1 million. അപ്പൊ അതാണ് നമ്മുടെ 10 lakh എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ അതിന്റെ നെയിം എന്ന് പറയുന്നത് എന്താണ്? 1 million. അപ്പൊ നമ്മൾ ഈ യൂട്യൂബിലൊക്കെയാണല്ലോ ഇത് ഒരുപാട് കേട്ടേക്കണത്. 1 million സബ്സ്ക്രൈബേഴ്സ് അല്ലേ? അപ്പൊ അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പൊ നമുക്ക് വലിയ സംഭവമാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? 1 million സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറഞ്ഞാൽ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ക്ലിയർ ആണോ? അപ്പൊ അതായത് യൂട്യൂബ് ഒക്കെ ഇന്റർനാഷണൽ ആണല്ലേ, നമ്മുടെ നാട്ടിലുള്ളതൊന്നല്ല. അതുകൊണ്ടാണ് അവർ അങ്ങനത്തെ ന്യൂമറിക് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അവരുടെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 10 lakh എന്നുള്ളൊരു പ്രയോഗം ഇല്ല അവർക്ക്. ഇറ്റ് ഈസ് 1 million. അതുപോലെ തന്നെ അവർ ഇങ്ങനെയാണ് പറയുക 100K സബ്സ്ക്രൈബേഴ്സ്. നിങ്ങളൊക്കെ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഇത് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. 100K എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് 100K. നോക്കൂ, K എന്ന് പറഞ്ഞാൽ 1000നെയാണ് നമ്മൾ K എന്നതുകൊണ്ട് റെപ്രസെന്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയായിരിക്കും. അപ്പൊ നമ്മൾ 2K എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2000. ഇഫ് ഇറ്റ് ഈസ് 3K then it is 3000. റൈറ്റ്? ഈ K എന്ന് പറഞ്ഞാൽ 3 zeros, 1000നെയാണ് K എന്നുള്ളത് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻ ഇന്റർനാഷണൽ സിസ്റ്റം. സോ 100K എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് 100K. അപ്പൊ നമുക്ക് 100 കഴിഞ്ഞിട്ട് 3 zeros കൂടി ഇടാം. അതാണ് 100,000 അല്ലെങ്കിൽ നമ്മുടെ 1 lakh. ഓക്കെ, അപ്പൊ അതാണ് അവരുടെ റെപ്രസെന്റേഷൻ. അവർക്ക് ഇന്റർനാഷണൽ ലെവലിലെ റെപ്രസെന്റേഷനിൽ എന്തില്ല? 10,000 എന്ന് പറയുന്ന ഒരു ഇത് വരുന്നില്ല, അല്ലെങ്കിൽ 1 lakh എന്ന് പറയുന്ന ഒരു റെപ്രസെന്റേഷൻ വരുന്നില്ല. അവർ എല്ലാത്തിനെയും 3 digits ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ് ആക്കുക. അപ്പൊ നിങ്ങൾക്ക് അടുത്തൊരു സംശയം വരെ, നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ടല്ല 3 ഗ്രൂപ്പ്സ് ആക്കേണ്ടത്. നമ്മൾ എവിടെ നിന്നാണോ സ്ഥാനം നിർണ്ണയിക്കുന്നത്, ഒറ്റ, 10, 100, 1000, 10000 അങ്ങനെ സ്ഥാനം നിർണ്ണയിക്കുമല്ലോ, ആ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ 3 digits ഉള്ള ഗ്രൂപ്പ്സ് ആക്കേണ്ടത്. മറക്കരുത്, ഇവിടെ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കല്ല 3 ഗ്രൂപ്പ്സ് ആക്കേണ്ടത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 ഗ്രൂപ്പ്സ് ആക്കുക. 3 digits ഉള്ള ഗ്രൂപ്പ്സ് ആക്കിയാണ് ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ നെയിം ചെയ്യുന്നത്. അവിടെ 1 lakh എന്നതിന് പകരം ഉപയോഗിക്കുന്ന പദം 100,000 എന്നാണ്, അല്ലെങ്കിൽ 100,000, 100,000 അതാണ് അവരവിടെ യൂസ് ചെയ്യുന്ന ഒരു പദം. ആൻഡ് 10 lakh എന്നുള്ളതിന് പകരം അവർ യൂസ് ചെയ്യുന്നതാണ് 1 million. ഓക്കെ, സോ 10 lakh ഈക്വൽസ് 1 million. ആൻഡ് അടുത്തത് വന്നാലോ, 10 lakh കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അടുത്ത ഒരു സംഖ്യ കൂടി വന്നാൽ എന്താ വരിക? നമുക്കിവിടെ 10 കഴിഞ്ഞാൽ പിന്നെ കോടിയാണ് അല്ലേ? 10 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് 1 million കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് കോടിയാണ്. 1 million അല്ലെങ്കിൽ 10 lakh എന്ന് പറഞ്ഞാൽ അതിൽ 7 digits ആണുള്ളത്. 8 digits വന്നാൽ നമുക്കത് ക്രോറാണ്. അവരതിനെ അപ്പോഴും മില്യൺ എന്ന സംഖ്യ കൂട്ടിച്ചേർത്തിട്ടായിരിക്കും പറയുന്നത്. സോ 1 million കഴിഞ്ഞാൽ ദെൻ അവരുടെ നെക്സ്റ്റ് ഹയസ്റ്റ് നമ്പർ ഈസ് 10 million. മനസ്സിലായോ? അപ്പോൾ 1 million എന്ന് പറഞ്ഞാൽ 1 ദശലക്ഷം, 10 ലക്ഷം, അതാണ് 1 million. ഓക്കെ, അടുത്ത ഒരു സ്ഥാനം കൂടി വന്നാൽ, അതായത് 6 അക്കങ്ങളുള്ള ഒരു സംഖ്യ കഴിഞ്ഞ് 7 digits വന്നാൽ അവരതിനെ വിളിക്കുന്നത് 10 million, 10 ദശലക്ഷം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കോടി എന്ന് പറയുന്നത് അവരുടെ 10 million ആണ്. 1 crore is equals 10 million. അതായത് 1 കോടി എന്ന് പറയുന്നതാണ് അവരുടെ 10 ദശലക്ഷം. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ? ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഇനി ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ഒന്ന് പറയൂ. ഇത് ജസ്റ്റ് ഞാനിവിടെ പറയുന്നത് നമ്മളുടെ ഇവിടെയുള്ള റെപ്രസെൻറ്റേഷനും ഇന്റർനാഷണൽ സിസ്റ്റത്തിലുള്ള റെപ്രസെൻറ്റേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് മെയിൻ ആയിട്ട് വേർഡ്സിലാണ് ഡിഫറൻസ്. നമ്മൾ 2 എന്നുള്ള ഗ്രൂപ്പുകളാണ് കൂടുതലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പ്സ് ആക്കുന്നതിനെ പറ്റി വീണ്ടും പറയുന്നുണ്ട്, അത് ഞാൻ അവിടെ തൽക്കാലം നിർത്തിയേക്കാണ്. നമ്മൾ പ്ലേസ് വാല്യൂ ഒക്കെ പഠിക്കുമ്പോൾ കൂടുതൽ അതിലേക്ക് വരും. ഇപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കുക, മില്യൺസ് അല്ലെങ്കിൽ ന്യൂമറിക് സിസ്റ്റം ഇൻ ഇന്റർനാഷണൽ ലെവലിൽ 3 ഉള്ള ഗ്രൂപ്പ്സ് ആണ് ആക്കുന്നത്. അത് എവിടെ നിന്നാക്കി തുടങ്ങേണ്ടത്? വൺസിന്റെ പ്ലേസിൽ നിന്നാണ് ആക്കി തുടങ്ങേണ്ടത്. ഇവിടെ നിന്ന് അങ്ങോട്ടല്ല, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് 3 ഉള്ള ഗ്രൂപ്പ്സ് ആക്കി തുടങ്ങുന്നത്. ആൻഡ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ
3 zeros അല്ലെങ്കിൽ അവസാനമുള്ള 3 ഡിജിറ്റ്സിനാണ്. അതുകൊണ്ടാണ് ആ ലാസ്റ്റ് 3 zeros വരുമ്പോൾ അതിനെ 1000 അല്ലെങ്കിൽ 2000 എന്ന് പറയുന്നത് പോലെ 100,000 എന്ന് പറയുന്നത്. അപ്പോൾ 100,000 എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ 1 lakhനെയാണ് അവർ 100,000 എന്ന് പറയുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മുടെ 10 ലക്ഷത്തിന്റെ പേരാണ് 1 million. സോ നമ്മുടെ നെക്സ്റ്റ് കോടി അവർ റെപ്രസെന്റ് ചെയ്യുന്നത് 10 million എന്നാണ്. ആ 1ന്റെ കൂടെ ഒരു 0 കൂടി വന്നു, 10 million. അപ്പൊ നമ്മുടെ കോടിയാണ് അവരുടെ 10 ദശലക്ഷം. അത് കഴിഞ്ഞ് നമ്മുടെ 10 കോടി 9 ഡിജിറ്റ്സ് വരുന്ന നമ്മുടെ 10 കോടിയെയാണ് 1 ബില്യൺ എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾ മസ്കിൻ്റെയും അവരുടെയൊക്കെ ന്യൂസസ് കാണും അല്ലേ, നമ്മൾ യൂട്യൂബിലൊക്കെ അവർക്ക് 1 ബില്യൺ അല്ലെങ്കിൽ 100 ബില്യൺ 10,000 ബില്യൺസ് ഒക്കെ ആണ് അവരുടെ വരുമാനം അല്ലെങ്കിൽ അവരുടെ മൊത്തം സമ്പത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണും. അപ്പം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും ഓക്കെ അത് എത്ര വലിയ എമൗണ്ട് ആണെന്ന്. മനസ്സിലായോ? അപ്പോൾ ഈ യൂട്യൂബിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 10 ലക്ഷം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തു. 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറഞ്ഞാലോ 1 കോടി ആൾക്കാരാണ് അവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മില്യൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്ക് ശരിക്കും അറിയണ്ടായിരുന്നില്ല. ഇപ്പം മനസ്സിലായില്ലേ? 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ആൾക്കാർ അല്ലെങ്കിൽ 10 ലക്ഷം പേര് സബ്സ്ക്രൈബ് ചെയ്തു. അതാണ് ഈ 1 മില്യൺ ഒക്കെ ഇത്ര വലിയ സംഭവം. ഇനി 100K എന്ന് പറഞ്ഞാലോ 1 ലക്ഷം. 100,000നെയാണ് 100K എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഈ യൂട്യൂബൊക്കെ അല്ലെങ്കിൽ റീൽസ് ഒക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, നിങ്ങൾക്ക് എത്ര ലൈക്കൊക്കെ കിട്ടി. റീൽസിലും നമുക്ക് K ആയിട്ടാണ് കാണുക അല്ലേ, 2K 3K 4K ലൈക്സ് ഒക്കെ ആയിട്ടാണ് കാണുക. 10K അല്ലെങ്കിൽ 109K. അപ്പോൾ K എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ കൂടെ 3 പൂജ്യയുടെ. അപ്പോൾ നിങ്ങൾ റീൽ നോക്കുമ്പോൾ K വെച്ച് കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ നമ്പർ എഴുതിയിട്ട് K എന്ന് കണ്ടാൽ 3 പൂജ്യയുടെ അതോടെ നിങ്ങൾ നോക്കുക അത് എത്ര വലിയ സംഖ്യയാണെന്ന്. ഓക്കെ, അപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവൽ റെപ്രസെൻറ്റേഷൻ ആണ്. ആൻഡ് അവരുടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് കാണുന്നത് 1 ബില്യൺ അല്ലെങ്കിൽ 1 ബില്യൺ. നമ്മുടെ ഇവിടുത്തെ 10 crore ആണ് അവരുടെ 1 ബില്യൺ. ഓക്കെ അല്ലേ? സോ ഈ ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടം കൊണ്ട് നമ്മുടെ നെയിമിങ് അവസാനിക്കുകയാണ്. അതായത് നമ്പേഴ്സിനെ എങ്ങനെ നെയിം ചെയ്യാം അല്ലെങ്കിൽ വേർഡ്സിൽ തന്നാൽ അതിനെ എങ്ങനെ നമ്പേഴ്സിലേക്ക് മാറ്റാം, ഇന്ത്യൻ സിസ്റ്റമും ഇന്റർനാഷണൽ സിസ്റ്റമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും ക്ലാസ്സുകളായിട്ട് കഴിഞ്ഞൊരു ലാസ്റ്റ് ക്ലാസ് റിവിഷൻ ആയിരുന്നു. സോ കഴിഞ്ഞൊരു 6 ക്ലാസ്സസ് ആയിട്ട് നമ്മൾ ന്യൂമറിക് സിസ്റ്റത്തിന്റെ ബേസിക്സ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാനുണ്ട്. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പം ഇനി ഇതുവരെയുള്ള ക്ലാസ്സസ് മിസ്സായ ആൾക്കാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, വീഡിയോസ് കാണുക. നിങ്ങളുടെ ഒരു ഒന്നിലെ ട്രാക്കിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അഡീഷണൽ ക്ലാസ്സസിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ട്. അതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി അവിടെ നിന്ന് വരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസ് വാല്യൂ. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫേസ് വാല്യൂ പഠിക്കും, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫേസ് വാല്യൂ പഠിക്കുന്നൊക്കെ അല്ലേ. പക്ഷെ ഇപ്പം നമ്മൾ ശരിക്കും ഫേസ് വാല്യൂ അല്ലെങ്കിൽ മുഖമൂല്യം അതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റൈറ്റ്, ഫേസ് വാല്യൂ. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫേസ്. ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? മുഖം. നമുക്കൊരാളുടെ എല്ലാ കാര്യങ്ങളും മുഖത്ത് നോക്കിയാൽ മനസ്സിലാവുമെന്ന് പറയും. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നൊക്കെ പറയില്ല നമ്മൾ. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും എന്നൊക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ എല്ലാവരും എന്താ ഗ്രൂപ്പിൽ ചാറ്റിൽ ആക്റ്റീവായിട്ട് മെസ്സേജ് അയക്കുന്നതും മനസ്സിലായി എന്ന് പറയുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ സമയം കളയണ്ടെന്ന് വെച്ചിട്ടാണ് അതിലേക്ക് അധികം ശ്രദ്ധിക്കാത്തത്. ഓക്കെ ഓക്കെ. സോ ഈ പുഷ്പചന്ദ്രൻ എന്ന് പറഞ്ഞ പേരുള്ളത് ആരായിരുന്നു? നെയിം ഒന്നും കൂടി ഒന്ന് പറയണേ. താങ്ക് യു. ക്ലാസ്സസ് ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, താങ്ക് യു. സോ പേരും കൂടി ഒന്ന് പറയണം കേട്ടോ, എന്നാലാണ് എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും, ബട്ട് സോറി ഞാൻ വിട്ടുപോയതാണെങ്കിൽ അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. റൈറ്റ്, ഇറ്റ്സ് നക്ഷത്ര. റൈറ്റ്, നക്ഷത്ര എന്നാണല്ലേ പേര്? ഓക്കെ, ഗോട്ട് ഇറ്റ്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നക്ഷത്ര. താങ്ക് യു നക്ഷത്ര. ഓക്കെ, സോ താങ്ക് യു. നൗ ഫേസ് വാല്യൂ. ഇനി ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഒരു ഇംപ്രഷൻ കിട്ടുന്നു, അതാണ് ഫേസ്. ഫേസിലാണ് നമ്മുടെ മൊത്തത്തിലുള്ളൊരു ഇംപ്രഷൻ ഇരിക്കുന്നത്. അതാണ് നമ്മൾ ഫേസ് വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു സംഖ്യയെ കാണുമ്പോൾ അതിന് എത്ര വാല്യൂ ആണ് തോന്നുന്നത്, അത് തന്നെയാണ് അതിൻ്റെ ഫേസ് വാല്യൂ. അതായത് 6 എന്ന് പറയുന്ന ഒരു സംഖ്യനെ കാണുമ്പോൾ ഓക്കെ അത് 6 എന്നാൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അത് തന്നെയാണ് അതിൻ്റെ ഫേസ് വാല്യൂ. ഒരു നമ്പറിൻ്റെ സെയിം വാല്യൂവിനെ തന്നെയാണ് അതിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ മുഖമൂല്യം എന്ന് പറയുന്നത്.
അത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. പേരൊക്കെ ഉണ്ട് വലിയ കാര്യമായിട്ട്, ഫേസ് വാല്യൂ അല്ലെങ്കിൽ മുഖമൂല്യം എന്നൊക്കെ പേരൊക്കെ ഉണ്ട് വേറെ വേറെ ആയിട്ട്. പക്ഷെ സംഭവം വളരെ എളുപ്പമാണ്. ഒരു നമ്പറിന്റെ വാല്യൂ തന്നെയാണ് അതിന്റെ ഫേസ് വാല്യൂ. അപ്പോൾ ഒരു ഡിജിറ്റിന്റെ ന്യൂമറിക്കൽ ഈ വാല്യൂ തന്നെയാണ് അതിന്റെ ഫേസ് വാല്യൂ. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? 6 എന്നൊരു സംഖ്യയുടെ ഫേസ് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 6 തന്നെയാണ്. മനസ്സിലായോ? 364 എന്നുള്ളൊരു സംഖ്യ, അതിന്റെ 6 എന്ന സംഖ്യയിലത്തെ ഫേസ് വാല്യൂ ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് 6 കിടക്കുന്നത് ഏത് പ്ലേസിലാണ്, അപ്പൊ ആ പ്ലേസിന്റെ സ്ഥാനം നമ്മൾ നോക്കണ്ടേ, അങ്ങനത്തെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധ്യതയുള്ളത്. അങ്ങനത്തെ ഒന്നും വേണ്ട. ഫേസ് വാല്യൂ ഓഫ് എനി നമ്പർ ഇസ് ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്. അതായത് ഒരു നമ്പറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് അതേ നമ്പർ തന്നെ ആണ്. അതിന് ഏത് സ്ഥാനത്ത് കിടന്നാലും, കോടിയുടെ സ്ഥാനത്ത് കിടന്നാലും, ലക്ഷത്തിന്റെ സ്ഥാനത്ത് കിടന്നാലും, 10 ലക്ഷത്തിന്റെ സ്ഥാനത്ത് കിടന്നാലും, എവിടെ കിടന്നാലും ഫേസ് വാല്യൂ അതിന്റെ സ്ഥാനത്തിനെ ആശ്രയിച്ചിരിക്കുന്നില്ല. മനസ്സിലായല്ലോ? 10 ലക്ഷത്തിന്റെ അവിടെ കിടന്നാലും, ഒറ്റ അല്ലെങ്കിൽ വൺസ് എന്ന് പറയുന്ന പ്ലേസിന്റെ അവിടെ കിടന്നാലും 6 എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ മുഖമൂല്യം എപ്പോഴും 6 ആയിരിക്കും. തെറ്റിക്കരുത്, സ്ഥാനം അതിനെ ആശ്രയിക്കുന്നില്ല. മനസ്സിലായപ്പോൾ ഇവിടെ എഴുതിയത് നോക്കിയേ. ഫേസ് വാല്യൂ ഓഫ് എ ഡിജിറ്റ് ഇൻ എ ന്യൂമറൽ ഈസ് ഈക്വൽ ടു ദ ഡിജിറ്റ് നമ്പർ ഇറ്റ്സെൽഫ്. അതായത് ഒരക്കത്തിന്റെ മുഖമൂല്യം അതിന്റെ സ്ഥാനത്തെ ആശ്രയിക്കാതെ ആ അക്കത്തിന്റെ മൂല്യത്തോട് തുല്യമായിരിക്കും. അപ്പൊ 364 എന്ന് പറയുന്ന ഒരു 3 ഡിജിറ്റ് സംഖ്യയിൽ 6ന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 6 തന്നെയായിരിക്കും. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിന്റെ ആൻസേഴ്സ് പറയണം. 4256 ഫേസ് വാല്യൂ ഓഫ് 4 എത്രയാണ്? ഈ ഒരു സംഖ്യയില് 4256 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യയില് 4ന്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ മുഖമൂല്യം എത്രയാണ്? പറഞ്ഞോ, എല്ലാവരും പറഞ്ഞോ, വേഗം പറഞ്ഞോ. 4256 4 ഡിജിറ്റ് ഉള്ള സംഖ്യയാണ്. 4 കിടക്കുന്നത് 1000ന്റെ സ്ഥാനത്തൊക്കെയാണ് അല്ലെ. അപ്പൊ മുഖമൂല്യം എന്ന് ഞാൻ ഇപ്പൊ തന്നെ എന്താ പറഞ്ഞ? യെസ്, യെസ്. നക്ഷത്ര, ശ്രീനന്ദ എല്ലാവരും പറയുന്നുണ്ട്. അദ്രിജ, റൈറ്റ്. യദു, ആദിദേവ്, ഞാൻ ആരുടെയും പേര് വിട്ടു പോകുന്നുണ്ടെങ്കിൽ സോറി. ഗൗരി, ഹെന്ന ആൻഡ് അഭിനന്ദ്, ശ്രീഹരി എല്ലാവരും പറയുന്നുണ്ട് അല്ലേ. റൈറ്റ്. ആദിദേവ്, അഗെയിൻ ആദിദേവ്, ആലിയ, ലക്ഷ്യ, യെസ് എല്ലാവരും പറയുന്നത് കറക്റ്റാണ്. ദയ, റൈറ്റ്. ഹൃത്തിക, യെസ് എല്ലാവരും പറയുന്നത് കറക്റ്റാണ്. ഇറ്റ് ഈസ് 4. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് പിടികിട്ടിയല്ലോ. എവിടെ കിടന്നാലും ഒരു നമ്പറിന്റെ ഏതൊരു സ്ഥാനത്ത് കിടന്നാലും ആ നമ്പറിന്റെ മുഖമൂല്യം അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ആ നമ്പർ തന്നെ ആണ്. ഇനിയിപ്പോ ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സോറി. ഇവ ഞാൻ കാണുന്നുണ്ട് മെസ്സേജ്. യെസ് ഫിദ, റൈറ്റ്. യെസ് എയ്തൻ, ഇറ്റ് ഈസ് 4. യെസ് നിയ, ഇറ്റ്സ് 4. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ മഞ്ജു രമേഷ് എന്തായിരുന്നു നെയിം? ഇറ്റ് ഈസ് പേരും കൂടി ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, യെസ് എല്ലാവരും ആൻസേഴ്സ് കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ എല്ലാവരും ഇതുപോലെ നല്ല ആക്റ്റീവായിട്ട് പെട്ടെന്ന് ആൻസേഴ്സ് പറയണം കേട്ടോ. വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും കൺസെപ്റ്റ് മനസ്സിലായില്ലേ? അപ്പോൾ ഫേസ് വാല്യൂ ഈസ് വെരി സിമ്പിൾ. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റിക്കരുത്. നിങ്ങൾക്ക് ഇവിടെ ഇനി കൺഫ്യൂഷൻ വരാൻ പോകുന്നത് എവിടെയാന്ന് വെച്ചാൽ, യെസ് റയാൻ, ഇറ്റ് ഈസ് 4. ഇനി കൺഫ്യൂഷൻ വരാൻ പോകുന്നത് അടുത്തത് നമ്മൾ പഠിക്കാൻ പോണ സാധനമാണ് പ്ലേസ് വാല്യൂ. ഇപ്പൊ ഫേസ് വാല്യൂ മാത്രം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്താ അത്ര എളുപ്പാ? ഫേസ് വാല്യൂ ഒരു സംഖ്യ അതിന്റെ തന്നെ നമ്പറാണ്. എവിടെ കിടന്നാലും, കോടിയുടെ എവിടെ കിടന്നാലും, ഇപ്പൊ 10 കോടി 20 കോടി എന്നുള്ള സ്ഥാനത്ത് കിടന്നാൽ പോലും അതിന്റെ സംഖ്യ 2 ആണോ, അത് എപ്പോഴും 2 ആയിരിക്കും അതിന്റെ മുഖമൂല്യം എന്ന് പറയുന്നത്. ഇത് എളുപ്പമാണ് അല്ലേ? പക്ഷെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സാധനമാണ് പ്ലേസ് വാല്യൂ, സ്ഥാനമൂല്യം. യെസ് രാതുൽ, റൈറ്റ്, ഐ ഗോട്ട് ഇറ്റ്. ഓക്കെ, സോ സ്ഥാനമൂല്യം വരുമ്പോഴാണ് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നത്. എന്താണ് പ്രശ്നങ്ങൾ? വലിയ പ്രശ്നമൊന്നുമില്ല, അതിൻ്റെ സ്ഥാനം കൂടി നോക്കണം, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല.
ഓക്കെ, അപ്പോൾ ഫേസ് വാല്യൂവും പ്ലേസ് വാല്യൂവും രണ്ടും ഒരുമിച്ചാണ് ചോദ്യം ചോദിക്കുക. ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ പ്ലേസ് വാല്യൂ, റൈറ്റ് ആദിദേവ്, പ്ലേസ് വാല്യൂ. ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ സ്ഥാനമൂല്യവും മുഖമൂല്യവും ഒരുമിച്ചായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം നമുക്ക് ചെറിയ കൺഫ്യൂഷൻ വരും, അയ്യോ ഇപ്പം ഇത് രണ്ടും ഒന്നാണോ, അല്ലെങ്കിൽ രണ്ടും എന്താ വ്യത്യാസം? അപ്പോൾ നിങ്ങൾ ഈ ഫേസ് വാല്യൂവിനെ വളരെ നിസ്സാരമായിട്ട് കാണരുത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ വേറെ വേറെ ടീച്ചേഴ്സ് ആണോ ചോദിക്കുന്നുണ്ട് അദ്രിജ. ഇന്നലെ നിങ്ങൾക്ക് വേറെ ക്ലാസ് ആയിരുന്നില്ലേ? ഇറ്റ് വാസ് മെന്റൽ എബിലിറ്റിയുടെ ക്ലാസ് ആയിരുന്നില്ലേ ഇന്നലെ? മെന്റൽ എബിലിറ്റിക്ക് വേറെ ടീച്ചറാണ്, മാത്സ് ഞാനാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. സോ പ്ലേസ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്ഥാനവും അത് നമ്മൾ നോക്കിയിരിക്കണം. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒരു നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ സ്ഥാനമൂല്യം അതിൻ്റെ സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പം 4 എന്ന് പറയുന്ന ഒരു സംഖ്യ 1000ന്റെ സ്ഥാനത്ത് കിടന്നാലും 100ന്റെ സ്ഥാനത്ത് കിടന്നാലും അതിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ മുഖമൂല്യം എന്ന് പറയുന്നത് 4 തന്നെയാണ് എപ്പോഴും. പക്ഷേ സ്ഥാനം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ സ്ഥാനമൂല്യം മാറിക്കൊണ്ടിരിക്കും. അതിനി എങ്ങനെയാണ് ഇനി എങ്ങനെയാണ് അത് മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ സ്ഥാനമൂല്യത്തിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ പ്ലേസ് വാല്യൂ ഓഫ് എ ഡിജിറ്റ് ഇൻ എ ന്യൂമറൽ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലേസ് ഇറ്റ് ഓക്യുപ്പൈസ്. അത് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ സ്ഥാനത്തിനെയും കൂടി അത് ആശ്രയിച്ച് ഇരിക്കുന്നു. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അതാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇംഗ്ലീഷ് ഉണ്ടല്ലോ, അതേ ഇംഗ്ലീഷും മലയാളം ഉള്ള നോട്ട്സ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, പ്ലേസ് വാല്യൂ ഓഫ് എ ഡിജിറ്റ്, ഒരു നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുലയാണ് ഈ കാണുന്നത്. എന്താണ്? പ്ലേസ് വാല്യൂ ഓഫ് എ ഡിജിറ്റ് ഈക്വൽസ് ഫേസ് വാല്യൂ ഓഫ് ദ ഡിജിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ വാല്യൂ ഓഫ് ദ പ്ലേസ് ഓക്യുപ്പൈഡ്. അതായത് ഒരു നമ്പറിന്റെ അല്ലെങ്കിൽ ഒരു ഡിജിറ്റിന്റെ സ്ഥാനമൂല്യം എന്ന് പറയുന്നത് അതിന്റെ മുഖമൂല്യം, അതായത് അതിന്റെ വാല്യൂ, മുഖമൂല്യം എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ വാല്യൂ തന്നെ, മൾട്ടിപ്ലൈഡ് ബൈ അതിനുകൊണ്ട് എന്തിന് ഗുണിക്കണം? അത് നിലകൊള്ളുന്ന സ്ഥാനത്തിന്റെ മൂല്യം. അപ്പോൾ ഈ ഒരു ഫോർമുല എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പെട്ടെന്ന് ഞാനിപ്പോൾ സ്ഥാനത്തിന്റെ മൂല്യം മൾട്ടിപ്ലൈഡ് ബൈ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. നോക്കിയേ, ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. ഞാനിപ്പോൾ നോട്ട്സ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ മെസ്സേജസ് ഞാൻ കാണുന്നില്ല. എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടെങ്കിൽ അയച്ചിട്ടോളൂ, തിരിച്ച് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ റിപ്ലൈ തരാം കേട്ടോ. ഞാനിപ്പോൾ നോട്ട്സിലാണ് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, സോ 548 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ 548 3 ഡിജിറ്റ് ഉള്ള ഒരു സംഖ്യയാണ്. ഇതിലെ 5 എന്ന് പറയുന്ന സംഖ്യയുടെ പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ സ്ഥാനമൂല്യമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. അപ്പം നിങ്ങൾ നോക്കി നോക്കിയേ, 548 5ൻ്റെയാണ് എന്ത് കണ്ടുപിടിക്കാൻ പോണത്? ഫേസ് വാല്യൂ, പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ സ്ഥാനമൂല്യം. നമ്മുടെ ഈ ഇക്വേഷനിൽ അതൊന്ന് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊന്ന് നോക്കിയൊക്കെ എന്താ വരിക? 5 എന്ന് പറയുന്നതിൻ്റെ ഫേസ് വാല്യൂ എപ്പോഴും 5 തന്നെയാണ്. അപ്പോൾ ആ 5നെ ഞാൻ ആദ്യം തന്നെ എടുത്ത് എഴുതി. ഫേസ് വാല്യൂ ഓഫ് 5 ഈസ് 5 മൾട്ടിപ്ലൈഡ് ബൈ അത് കിടക്കുന്ന സ്ഥാനത്തിന്റെ മൂല്യം, ഇതാണ് സ്ഥാനം. അപ്പൊ ആദ്യം തന്നെ അതിന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? എങ്ങനെ സ്ഥാനത്തിനെ നിർണയിക്കാം എന്ന് അറിഞ്ഞിരിക്കണം. നോക്കൂ, ഇതാണ് ഒറ്റ അല്ലെങ്കിൽ വൺസ് എന്ന് പറയുന്ന സ്ഥാനമാണിത്. വൺസ് എന്ന് പറയുന്ന സ്ഥാനം കഴിഞ്ഞാൽ ദെൻ ടെൻസ് 10. ഇത് ഹൺഡ്രഡ്സ് എന്ന് പറയുന്ന സ്ഥാനമാണ്. ഹൺഡ്രഡ്സ് ഇതെന്ന് പറയുന്നത് 100 എന്നുള്ള സ്ഥാനത്താണ് ഈ 5 കിടക്കുന്നത്, അല്ലെ? 100 എന്നുള്ള സ്ഥാനത്തായതുകൊണ്ട് അതിന്റെ സ്ഥാനമൂല്യം 100 ആണ്. 100ന്റെ പ്ലേസിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഫേസ് വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ സ്ഥാനത്തിന്റെ വാല്യൂ ഈസ് ഈക്വൽസ് ടു പ്ലേസ് വാല്യൂ. അപ്പൊ ആ ഒരു 548 എന്ന് പറയുന്ന ആ ഒരു സംഖ്യയിലെ 5ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 500 ആണ്. ഓക്കെ, യെസ്, എല്ലാവരും എന്താ ഇടുന്നുണ്ട്? 500 യെസ്, വെരി ഗുഡ്. എല്ലാവരും ആൻസേഴ്സ് ക്ലിയർ ആയിട്ട് ഇടുന്നുണ്ട്. വെരി ഗുഡ്, റൈറ്റ്. സോ അങ്ങനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂ കണക്കാക്കുന്നത്. അപ്പൊ എന്താണ് അതിൻ്റെ ഉള്ള വഴി?
ഫേസ് വാല്യൂ ഒരു നമ്പറിന്റെ, ഇപ്പൊ ഒരു 5 അക്ക നമ്പറോ 6 അക്ക നമ്പറോ 8 അക്ക നമ്പറോ എത്ര അക്ക നമ്പർ ആയിക്കോട്ടെ, ആ നമ്പറിന്റെ സ്ഥാനം നിർണ്ണയിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. 8 സംഖ്യകൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നുള്ള സ്ഥാനം കോടിയായിരിക്കും അല്ലെ. കോടിയായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സ്ഥാനത്തിന്റെ ഫേസ് വാല്യൂവിനെ കോടി കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അത് എവിടെയാണോ കിടക്കുന്നത് അതിന്റെ സ്ഥാനം. ഒരു 4ാമത്തെ ഡിജിറ്റ് ആണ് അല്ലെങ്കിൽ 4 ഡിജിറ്റുള്ള ഒരു സംഖ്യയിൽ ഏറ്റവും അറ്റത്ത് കിടക്കുന്നതിനാണെങ്കിൽ അതിന്റെ സ്ഥാനം 1000 ആയിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ ഫേസ് വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ 1000 ചെയ്യണം. അപ്പൊ ഇവിടെയാണ് നമ്മുടെ പ്ലേസ് വാല്യൂവിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സ്ഥാനം നിർണ്ണയിക്കാൻ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ കഴിഞ്ഞ നമ്മൾ നമ്പറിനെ നെയിം ചെയ്യാൻ പഠിപ്പിച്ചപ്പോൾ അത്രയും കാര്യമായിട്ട് ഈ സ്ഥാനത്തിന്റെ വാല്യൂവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുകൊണ്ടാണ്. സ്ഥാനത്തിന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്, വെരി ഗുഡ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഹോംവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ സന്തോഷമായില്ലേ? നിങ്ങൾക്കല്ലേ ഹോംവർക്ക് വേണം, ക്ലാസ്സിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ പറയാറുള്ളത് അല്ലേ? അപ്പൊ ദാ നോക്കിക്കോളോ, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ പ്രോബ്ലംസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, 6 in 576 എന്ന് പറയുന്ന, യെസ് എല്ലാവരും കറക്റ്റ് ആയിട്ടാണ് ഇതുവരെ ആൻസർ ചെയ്തത്. ഇനി എനിക്ക് വേണ്ടത് ഇതിന്റെ ഫസ്റ്റത്തെ എൻ്റെ ആൻസർ ആണ്. 6 in 576 576 എന്ന് പറയുന്ന സംഖ്യയിൽ 6ന്റെ സ്ഥാനമൂല്യം പ്ലേസ് വാല്യൂ അതാണ് എനിക്ക് വേണ്ടത്. 6 എന്നുള്ള സംഖ്യയുടെ സ്ഥാനമൂല്യം പ്ലേസ് വാല്യൂ എന്തായിരിക്കും? കുറെ പേരൊക്കെ ആൻസേഴ്സ് പറയുന്നുണ്ട്. കുറെ പേരൊക്കെ 6 എന്ന് പറയുന്നുണ്ട്. കുറച്ച് പേര് 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ കുറെ പേര് 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദയ, അതിഥേവ്, യെസ്, അദ്രിജ, റൈറ്റ്. ഞാൻ ഇനി പേര് ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സോറി. അഭിനന്ദ്, ഇനി സെറീൻ സ്റ്റഡി എന്ന് പറയുന്ന നെയിം ആരുടെയാന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. റൈറ്റ്. കുറച്ച് പേര് 1 എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് പേര് 2ാമത്തേൻ്റെ ഒക്കെ ആൻസേഴ്സ് പറയുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയതിൽ വെരി ഗുഡ്. യെസ്, അവണി 6 എന്ന് പറയുന്നുണ്ട്. റൈറ്റ്. യെസ്, കുറേ പേരൊക്കെ പറയുന്നുണ്ട്. വെരി ഗുഡ്. 6 എന്നാണ് കുറേ പേരൊക്കെ ആൻസേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇനി ക്ലിയർ ആവാത്തവർക്ക് വേണ്ടി ഫസ്റ്റത്തെ ഒരു 2 എണ്ണം ഞാൻ പറഞ്ഞുതരാം. ബാക്കി മുഴുവൻ നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെ കുറച്ച് പേരൊക്കെ ഇപ്പോഴും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ആൻസേഴ്സ് പറയുന്നത്. നോക്കൂ, എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? അതാണ് നമ്മൾ ആദ്യം ഇവിടെ കൊടുക്കേണ്ടത്. ഫേസ് വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ ദ പ്ലേസ് ദാറ്റ് ഇറ്റ് ഒക്യുപ്പൈസ്. അതായത് മുഖമൂല്യം ഗുണിക്കണം അത് ഇരിക്കുന്ന സ്ഥാനം. നോക്ക്, ഇതാണ് നമ്മുടെ സംഖ്യ, 3 അക്ക സംഖ്യ. ഇതാണ് വൺസ് എന്ന് പറയുന്ന പ്ലേസ്. വൺസ് എന്ന് പറയുന്ന പ്ലേസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ സംഖ്യയുടെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്. ടെൻസ് എന്ന പ്ലേസിലാണ് കിടക്കുന്നതെങ്കിൽ അതിന്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ മുഖമൂല്യത്തിന്റെ കൂടെ 10 എന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഹൺഡ്രഡ്സ് എന്ന പ്ലേസിലാണ് കിടക്കുന്നതെങ്കിൽ മുഖമൂല്യത്തിന്റെ കൂടെ 100 എന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 6ന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. 6 ഇരിക്കുന്നത് വൺസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒറ്റ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ് അല്ലേ. അപ്പൊ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 6 തന്നെയാണ്. സ്ഥാനത്തിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഇരിക്കുന്ന സ്ഥാനത്തിന്റെ വാല്യൂ 1 ആണ്. സോ ആൻസർ ഈസ് 6. 576ൽ 6ന്റെ സ്ഥാനമൂല്യം എന്താണ്? 6 തന്നെയാണ്. എന്തുകൊണ്ട്? അത് ഒറ്റയുടെ സ്ഥാനത്താണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം. അപ്പൊ ഈ ഒരു കാര്യത്തിൽ മാത്രം സ്ഥാനമൂല്യവും മുഖമൂല്യവും ഒന്നായിട്ട് വരുന്നു. എന്തുകൊണ്ട്? ആ ഒരു നമ്പർ ഒറ്റ അല്ലെങ്കിൽ വൺസ് എന്ന പ്ലേസിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ സ്ഥാനമൂല്യവും മുഖമൂല്യവും 1 തന്നെ ആയിരിക്കും. അപ്പൊ എപ്പോഴാണ് ഒരു സാധനത്തിന് ഒരു നമ്പറിന്റെ സ്ഥാനമൂല്യവും മുഖമൂല്യവും ഒരുമിച്ച് ഒരേപോലെ വരുന്നത്? ആ സംഖ്യയുടെ സ്ഥാനം വൺസ് പ്ലേസിലാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റ എന്ന സ്ഥാനത്തിലാണെങ്കിൽ അതിന്റെ സ്ഥാനമൂല്യവും മുഖമൂല്യവും ഒക്കെ സെയിം ആയിട്ടായിരിക്കും വരിക. ഓക്കെ, നിങ്ങൾ എല്ലാവരും എല്ലാത്തിന്റെ ആൻസർ ഇടുന്നുണ്ട്. പക്ഷെ ഇത് ഇത്രയധികം മെസ്സേജസ് വരുമ്പോൾ എനിക്ക് എല്ലാം പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കും കേട്ടോ. അപ്പൊ ഒന്നും കൂടി ഇട്ടോളൂ. എല്ലാവരും 2ാമത്തെയും 3ാമത്തെയും 10ാമത്തെയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നുണ്ട്. അപ്പൊ വെരി ഗുഡ്. നിങ്ങൾക്ക് ഇതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ
സ്റ്റിൽ എനിക്കത് പറഞ്ഞു പോയേ പറ്റൂ, കാരണം കുറച്ച് പേർക്കൊക്കെ ക്ലിയർ ആവാത്തത് ഉണ്ടാവുമായിരിക്കാം. സോ ഞാൻ ഒന്നും കൂടി പറയൂ അത്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുമ്പോൾ വീണ്ടും ആൻസർ ഇടേണ്ടി വരും. ഓക്കെ എല്ലാത്തിന് റൈറ്റ്. സോ നെക്സ്റ്റ് വൺ 8 in 784. എനിക്കിപ്പോൾ രണ്ടാമത്തേൻ്റെയാണ് ആൻസർ വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ 10ഉം 9ഉം ഒക്കെ ആയിട്ടുണ്ട്. സോ അതെനിക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അതിന് ക്ലിയർ ആയതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം. ബട്ട് ഇപ്പോൾ രണ്ടാമത്തേൻ്റെ 8 in 784 അതിൻ്റെ വേഗം എല്ലാവരും. ഇനി ഇത് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി പറയണം. ക്ലിയർ ആയിട്ടില്ല എന്നും കൂടി മെസ്സേജ് ഇടണം. അപ്പോൾ പ്ലേസ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് യെസ് കുറേ പേരൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുൻപ് ഇട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ, പക്ഷെ മുൻപത്തെ മെസ്സേജസ് എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. സോ നിങ്ങൾ വീണ്ടും ഇടണം. റൈറ്റ്. യെസ് നക്ഷത്ര, അദ്രിജ എല്ലാവരും ഇടുന്നുണ്ട്. അതിന് മുന്നിട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ യെസ് എയ്തൻ ഇട്ടിട്ടുണ്ട്. റൈറ്റ്. ഓക്കെ നിങ്ങളിപ്പോൾ യെസ് സുജിത റൈറ്റ്. ഓക്കെ ദയ ഫുൾ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഇറ്റ്സ് ആഷ്മി റൈറ്റ്. ഇറ്റ്സ് 80. Yes, 80. Very good. Yes, Nakshatra, it is 80. Radul correct ആണ്. Right. Srihari, yes. Okay, yes. അപ്പോൾ എല്ലാവരും 80 എന്നിട്ടിട്ടുണ്ട്. വെരി ഗുഡ്. ആൻസർ ഈസ് 80. വെരി ഗുഡ്. എല്ലാവരും ആക്റ്റീവായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. സോ അങ്ങനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. പ്ലേസ് വാല്യൂ ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ ഇനി? യെസ് ആദിദേവ്, ഇറ്റ്സ് 80. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ ഇട്ടാൽ മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ആൻസർ ഇട്ട് പോയാലും എനിക്കിത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ പറ്റില്ല. അപ്പം ഞാൻ ഒന്നാമത്തേൻ്റെ എന്ന് പറയുമ്പോൾ ആൻസർ ഇട്ട്, രണ്ടിൻ്റെ എന്ന് പറയുമ്പോൾ ആൻസർ ഇട്ട്. നിങ്ങൾ ഓൾറെഡി ചെയ്തു വെച്ചോളൂ. നിങ്ങൾ അപ്പം തന്നെ അപ്പം നോട്ടിൽ ചെയ്ത് വെച്ചോളൂ. പക്ഷേ ഞാൻ ചോദിക്കുമ്പോൾ കമൻറ്റിൽ ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന ആൻസർ എനിക്ക് മിസ്സായിപ്പോവും. അപ്പം നിങ്ങൾക്ക് സങ്കടമാവും, അയ്യോ ഞാൻ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ളൊരു സങ്കടം വരും. അതുകൊണ്ടാണ് യെസ് ആവണി, ഇറ്റ്സ് 80. റൈറ്റ്. ഓക്കെ. സോ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇട്ടാൽ മതി. ഹിയർ നൗ ഇനി ഇത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പം നമ്മൾ 77 പേരുണ്ട് ഇവിടെ. ഈ 77 പേർക്കും ഇത് വ്യക്തമായി ക്ലിയർ ആയോ? എങ്ങനെയാണ് പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത് ക്ലിയർ ആയോ എല്ലാവർക്കും? റൈറ്റ്. ക്ലിയർ ആയോ? അപ്പോൾ വേഗം എന്നാ മൂന്നാമത്തേൻ്റെ പറഞ്ഞോ. രണ്ടാമത്തേൻ്റെ 80 ആണെന്ന് പറഞ്ഞു അല്ലേ? 80 ആണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് 80 കിട്ടിയത്? ഇതിൻ്റെ ഫേസ് വാല്യൂ 8 ആണ്. 784 8ൻ്റെ ആണ് സ്ഥാനമൂല്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 8 അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. മൾട്ടിപ്ലൈഡ് ബൈ അതിൻ്റെ സ്ഥാനം ഇവിടെ 10ൻ്റെ സ്ഥാനത്താണ് കിടക്കുന്നത്, ടെൻസിൻ്റെ സ്ഥാനത്താണ് കിടക്കുന്നത്. സോ 8 × 10 80. അടുത്തത് നോക്കൂ. 9 in 98 98 രണ്ടക്ക സംഖ്യയേ ഉള്ളൂ. അതായത് വൺസും ടെൻസും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സ്ഥാനമൂല്യം എത്രയായിരിക്കും? മൂന്നാമത്തെ ആൻസറാണ് എനിക്കിപ്പോൾ വേണ്ടത്. 9 in 98. കറക്റ്റ്. യെസ്. രഞ്ജിനി ഡി പ്ലേ റൈറ്റ് 90. അദ്രിജ യെസ് കറക്റ്റ് ആണ്. അഭിനന്ദ് കറക്റ്റ് ആണ്. ശ്രീനന്ദ കറക്റ്റ് ആണ്. സോ വിനോദ് കുമാർ എന്ന പേരുള്ളത് ആരാണ്? യെസ് അനുശ്രീ ഇറ്റ്സ് കറക്റ്റ്. നിയ ഇറ്റ്സ് കറക്റ്റ്. സുനിജ ബിജു ഐ ഡോണ്ട് നോ ദ നെയിം. യെസ് കറക്റ്റ് ആണ്. ഇവ കറക്റ്റ് ആണ്. സനില യെസ് ഇറ്റ്സ് കറക്റ്റ്. അർജുൻ ആണോ? സുജിത യെസ് കറക്റ്റ് ആണ്. യെസ് ഗൗരി സോ ഓക്കെ ഗോട്ട് ദ നെയിം. യെസ് എല്ലാവരും ഇടുന്നുണ്ട്. നക്ഷത്ര, ശ്രീഹരി യെസ് എല്ലാവർക്കും ക്ലിയർ ആണ്. വെരി ഗുഡ്. ഓക്കെ. സോ 3 നമ്മൾ ചെയ്തു അല്ലേ? അപ്പോൾ നാലാമത്തേൻ്റെ പറഞ്ഞോളൂ. നാലാമത്തേൻ്റെ ആൻസർ ആണ് വേണ്ടത്. യെസ് എയ്തൻ ഇറ്റ്സ് കറക്റ്റ്. യെസ് എല്ലാവരും ഇടുന്നുണ്ട്. വെരി ഗുഡ്. നിങ്ങൾ അത്രയും ആക്റ്റീവായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല കുട്ടിയായിട്ട് യെസ് സുനിജ യെസ് ഗൗരി ഐ ഗോട്ട് ദ നെയിം. യെസ് നെക്സ്റ്റ് നക്ഷത്ര എല്ലാവരും ഇടുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക്? റൈറ്റ്. ഇനി ഞാൻ ചോദിച്ചത് ഏതാണ്? നാലാമത്തേൻ്റെ ആൻസറാണ് ഞാൻ ഇനി ചോദിച്ചത്. 5 in 5787 5787 5ൻ്റെ സ്ഥാനമൂല്യം അതാണ് ഞാൻ ഇനി ചോദിച്ചത്. റൈറ്റ്. യെസ് 5000 എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് സ്ഥാനമൂല്യം കണ്ടുപിടിക്കാൻ? മുഖമൂല്യം മൾട്ടിപ്ലൈഡ് ബൈ അതിൻ്റെ സ്ഥാനത്തിൻ്റെ വാല്യൂ. 5 കിടക്കുന്നത് 1000ൻ്റെ പ്ലേസിലാണ്. അതുകൊണ്ട് തന്നെ ഫേസ് വാല്യൂ ഈസ് 5 മൾട്ടിപ്ലൈഡ് ബൈ 1000. റൈറ്റ്. 5000. വെരി ഗുഡ്. റൈറ്റ്. വെരി ഗുഡ്. എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ അങ്ങോട്ട് ചെയ്യാം. 8:21 ആയിട്ടുള്ളൂ. നമുക്ക് 9 മിനിറ്റ് കൂടി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ചെയ്തൂടെ അല്ലേ? നിങ്ങൾക്ക് എന്തായാലും നല്ല ഇഷ്ടമായില്ലേ ഇത് ചെയ്യാൻ?
ഓക്കെ റൈറ്റ്, എല്ലാവരും കമന്റ് ചെയ്തിട്ട്. അപ്പൊ എല്ലാവരും ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ നെയിം എടുത്ത് പറയാത്തത്. ഇനി ആർക്കും സംശയമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ് ശ്രീനന്ദ, യെസ് എയ്തൻ, യെസ്. ഈ വിറ്റി റോയ് എന്ന് പറയുന്ന ആളുടെ പേര് കിട്ടിയിട്ടില്ല കേട്ടോ, അതും കൂടെ ഒന്ന് പറയണം കേട്ടോ, ഇടണം കേട്ടോ പേര്. ഓക്കെ, അതുപോലെ സെറീൻ സ്റ്റഡി എന്ന് പറയുന്ന ആളുടെ പേര് കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഒന്ന് പേരും കൂടി ഇടണം. റൈറ്റ്, നെക്സ്റ്റ് വൺ. 7 in 23,700 sorry 1 2 3 4 5 6 2,37,546. 7 in 2,37,546. എന്താണ് 7ന്റെ സ്ഥാനം എത്രയാണ്? 2,37,546 എത്രയാണ് സ്ഥാനം? വേഗം പറഞ്ഞോളൂ. എത്രാമത്തെയാ? 1 2 3 4 5. അഞ്ചാമത്തെയാണ് ചോദിക്കുന്നത്. അഞ്ചാമത്തെ. റൈറ്റ്, 7,000. കറക്റ്റ്. എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, കറക്റ്റ്. സോ അങ്ങനെയാണ് നമ്മുടെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ലാസ്റ്റത്തെ ഒന്ന് പറഞ്ഞേ, ഏറ്റവും അവസാനത്തെ ഒന്ന് പറഞ്ഞേ. ഏറ്റവും അവസാനത്തെ ഒന്ന് പറഞ്ഞു നോക്കിയേ. 4 in 1 2 3 4 5 6 7 7 സംഖ്യ ഉണ്ട് അല്ലേ? അതിൽ ലാസ്റ്റത്തെ 7 സംഖ്യ ഉണ്ട് അല്ലേ? 1 2 3 4 5 6 7. റൈറ്റ്, അതിൽ 4 എന്ന് പറയുന്ന സംഖ്യയുടെ പ്ലേസ് വാല്യൂ, മുഖമൂല്യം പറഞ്ഞോളൂ. ഏറ്റവും അവസാനത്തെ 4 in 24,56,799. 24,56,799. അതിൽ 4ന്റെ പ്ലേസ് വാല്യൂ ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ എത്രയാണ്? 4 ഏത് സ്ഥാനത്താണ് കിടക്കുന്നത്? 4 കിടക്കുന്നത് ലക്ഷത്തിന്റെ സ്ഥാനത്താണ് അല്ലേ? ലക്ഷം. അത് 10 ലക്ഷമുള്ള ഒരു 7 അക്ക സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ്, ഈ DD കമ്പനീസ് എന്ന് പറഞ്ഞ പേരുള്ള ആളുടെ പേരൊന്ന് പറയൂ. എനിക്ക് പേര് കിട്ടാണ്ട് എങ്ങനെയാ? ഞാൻ പേരും കൂടി ഒന്ന് ഇടാൻ പറഞ്ഞിരുന്നു. റൈറ്റ്, 4 lakh. ദാറ്റ് ഈസ് കറക്റ്റ് ആൻസർ. എല്ലാവരും ഇടുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. റൈറ്റ്, എനിക്കിപ്പോൾ കുറച്ച് പേര് പേര് കിട്ടിയിട്ടില്ല. DD കമ്പനീസ് എന്ന് പേരുള്ള മീൻസ് യൂസർ നെയിം ഉള്ള ആളുടെ നെയിമും കൂടി ഒന്ന് ഇടണം കേട്ടോ, എന്നാലും എനിക്ക് നിങ്ങളുടെ നെയിം വിളിക്കാൻ പറ്റുള്ളൂ. യെസ്, ബാക്കി എല്ലാവരും കറക്റ്റ് ആയിട്ടാണ് ഇടുന്നത്. റൈറ്റ്, അതാ എല്ലാവരും കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. റൈറ്റ്, ഞാനിപ്പോൾ എക്സ്ട്രാ എല്ലാവരുടെയും പേര് വിളിക്കുന്നില്ല, ബിക്കോസ് എല്ലാവരും കറക്റ്റ് ആയിട്ട് ഇടുന്നത്. യെസ് ദേവൻ, യെസ് യുവർ ആൻസർ ഈസ് കറക്റ്റ് ദേവൻ. നൗ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നിങ്ങളിപ്പോൾ എഴുതി വയ്ക്കുമല്ലോ 4 ലക്ഷം, അതിലൊരു 0 കുറയുകയോ കൂടുകയോ ചെയ്താൽ പോലും നിങ്ങളുടെ ആൻസർ തെറ്റി അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഇടുന്ന ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇട്ടതിൽ കുറച്ച് പേരൊക്കെ ഉദ്ദേശിച്ചത് 4 ലക്ഷം ആയിരിക്കും, പക്ഷെ ചിലരുടെയൊക്കെ 0 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ എഴുതുമ്പോഴും വ്യക്തമായി ശ്രദ്ധിക്കുക. 0 മാറിയാൽ ആൻസർ തെറ്റി. 4 ലക്ഷം എന്നുള്ളതിന് നിങ്ങൾ ചിലപ്പോൾ ഉദ്ദേശിച്ച 4 ലക്ഷം ആയിരിക്കും, പക്ഷെ ഒരു 0 ഇടാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ഒരു 0 അധികം ഇട്ടു. എന്താ ചെയ്യുക? യെസ് ജുവൽ, ഐ ഗോട്ട് ദ നെയിം. ഓക്കെ, യെസ് 4 lakh അതാണ് ആൻസർ. കണ്ടോ, കുറച്ച് പേരൊക്കെ 40,000 ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് 4 ലക്ഷം ആയിരിക്കും, പക്ഷെ നിങ്ങൾ ഇവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്തപ്പോൾ ഒരു 0 പോയി. മനസ്സിലായോ? അപ്പോൾ ആ 0 പോയാൽ നമ്മുടെ ആൻസർ പറ്റിയില്ലേ? 0-ന് വളരെ 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 വിലയുണ്ട്. 0-ന് വിലയില്ല എന്ന് ആരാ പറഞ്ഞേ? 0-ന് നല്ല വിലയുണ്ട്. എന്തേ സാറൊക്കെ എന്തെങ്കിലും തിരക്കുണ്ടോ? 8:25 8:21 എന്നൊക്കെ പറയുന്നല്ലോ. നേരത്തെ പറഞ്ഞത് വേറെ ആളാന്ന് തോന്നുന്നു അല്ലേ? 8:25. യെസ് ഐ ഗോട്ട് 5 മിനിറ്റും കൂടി ഉള്ളൂ, എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്റർനാഷണൽ സിസ്റ്റം പഠിച്ചു, ഫേസ് വാല്യൂ പഠിച്ചു, പ്ലേസ് വാല്യൂ പഠിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് ഇനി ഇതുവരെ ക്ലാസ്സിലിരിക്കാത്ത പുതിയ ആൾക്കാർ, ഇന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ, ഫസ്റ്റത്തെ വീഡിയോസൊക്കെ മിസ്സായിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും വീഡിയോസ് കാണണം, കണ്ട് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി കിട്ടില്ല. ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലാണ് നിങ്ങൾക്ക് ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ.